പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 4-ാം സങ്കീർത്തനം അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4-ാം സങ്കീർത്തനം നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ കിടന്നുറങ്ങി. അപ്പം ദൈവത്തെ യഥാർത്ഥമായി വിളിച്ചപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കത്തെ ദൈവം സ്വൈര്യമായിട്ട് കിടന്നുറങ്ങുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും. അതുമാത്രമല്ല, അവർ ഉറങ്ങുമ്പോഴും ദൈവം അവർക്ക് കാവലും പരിപാലനമായിട്ട് അവരോട് ദൈവത്തിൻ്റെ കൃപ അവർക്ക് നൽകി കൊടുത്ത് അവരെ പരിപാലിച്ച് രാത്രിയിൽ അവർക്ക് ഉറങ്ങുവാനുള്ള കൃപ ദൈവം തരും. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 6-ാം വാക്യത്തിൽ നമുക്ക് 6 നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. നമ്മൾ കർത്താവിൻ്റെ വചനം പറയുന്നത് നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്നാണ് പറയുന്നത്. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. 4-ാം വാക്യത്തിൽ പലപ്പോഴും നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ചു. പലപ്പോഴും നമ്മൾ കിടക്കയിൽ ചിന്ത കൊണ്ടുവരുമ്പോൾ നമ്മൾ പിശാചിനെ ശാസിച്ച് കളയണം. നമ്മൾ പലപ്പോഴും മനുഷ്യരായ ഉള്ള ആൾക്കാർ പാപം ചെയ്തതിന് ശേഷമാണ് നടുങ്ങുന്നത്. എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം 4-ാം വാക്യത്തിൽ പറയുന്നത് നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിനെന്ന്. പാപം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നടുങ്ങണമെന്ന്. പലപ്പോഴും നമ്മൾ പാപം ചെയ്തിട്ട് പോയി ദൈവസ്ഥാനിൽ പോയിരുന്ന് ദൈവത്തോട് ക്ഷമയൊക്കെ ചോദിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഉടനീളം കാണുന്നത് നമ്മൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മരിച്ചു പോയാൽ നമ്മൾ സ്വർഗത്തിൽ പോകും. നമ്മളൊന്ന് ചിന്തിക്കണം. ഇന്ന് രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചുകൊണ്ട് വിശുദ്ധി ആരോടെങ്കിലും എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് നിരന്നിട്ട് രാത്രി കാലം നമ്മൾ നല്ല ഉറക്കത്തെ ദൈവം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മൾ നടുങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. 4-8 കാണും, നമുക്ക് ഉത്തരം അരുളണമേ. നടുങ്ങുന്ന ഒരാൾക്ക് മാത്രമേ ദൈവം ഉത്തരം അരുളത്തുള്ളൂ. പാപം ചെയ്യാതിരിക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ ദൈവം ഉത്തരം അരുളത്തുള്ളൂ. അതുപോലെ തന്നെ 4-3 കാണും, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. പാപം ചെയ്യാത്തൊരു വ്യക്തി മാത്രം വിളിച്ചെങ്കിലേ കർത്താവ് പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് 5-3 വാക്യത്തിൽ കാണുന്നുണ്ട്, യഹോവയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ പാപം ചെയ്യരുത്. പാപം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നടുങ്ങണം. വിശുദ്ധിയോടും വേർപാടോടും ദൈവസ്ഥലം നിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണം. അതിനുവേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥനയിലും ആരാധനയിലും ഉറ്റിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പാപം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നടുങ്ങിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരപ്പാകേണ്ട സ്ഥാനത്ത് നിരപ്പാക്കി വിശുദ്ധിയോടെ ജീവിക്കേണ്ട ഭാഗത്ത് വിശുദ്ധിയായി ജീവിക്കണം. അതിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്ന, എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ കർത്താവിൻ്റെ നീതി ചെയ്യണം. നമ്മൾ നീതി ചെയ്യണം. നമ്മൾ നീതിമാന്മാരാണ്. ദൈവസ്ഥനിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി എപ്പോഴും കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. ഏത് സമയത്താണ് കർത്താവിൻ്റെ വരവെന്നറിയത്തില്ല, ഏത് സമയത്താണ് നമ്മുടെ മരണമെന്നറിയത്തില്ല. എപ്പോഴും അതുകൊണ്ട് പ്രാർത്ഥനയിലും ആരാധനയിലും ഉറ്റിരുന്നുകൊണ്ട് എല്ലാ മനുഷ്യരോടും സമാധാനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും.